സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നതിന് മുമ്പേ ചെയ്യേണ്ട 2-3 ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അവർ വന്നിട്ട് ഈ വാഹനം ഇങ്ങനെ ഒരു വാളയാർ മാതിരി ഒരു ടെറൈനിലൂടെ ഗാർഡ് സെക്ഷനിലൂടെ ഓടാൻ ഉള്ള മെക്കാനിക്കൽ ഫിറ്റ്നസ് ഇതിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. കൂടാതെ ഡ്രൈവർക്ക് വേണ്ടത്ര നോഹോ ഹെയർ പിൻ ബെൻഡിലും ഗാർഡ് സെക്ഷനിലും ഓടിക്കാനുള്ള നോഹോ ഉണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യും. അത് സ്കൂളുകാര് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അറിയിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ അക്ഷന്തീയമായ ഒരു കുറ്റം തന്നെയാണ്. നമ്മൾ സ്കൂൾ ബസിന്റെ റൂട്ട് നമുക്കറിയാം. അത്തരം ഒരു റൂട്ടിൽ കൂടെ പോകുന്ന ഡ്രൈവിംഗ് സ്കിൽസ് അല്ല. വാൽപ്പാറ മാതിരിയുള്ള മോസ്റ്റ് ഡേഞ്ചറസ് സോണാണ് അത്. ഈ ബ്രേക്ക് ജാം ചെയ്ത് ഓടിക്കരുത് ഒരിക്കലും. നമ്മൾ കയറ്റം കയറാൻ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ ഉപയോഗിച്ച് പോകുന്ന പോലെ തന്നെ ഇറക്കത്തിൽ ഇത് ഗിയറിൽ കൺട്രോൾ ചെയ്യേണ്ട ഒരു സ്റ്റേജ് ആണത്. ഈവൻ എക്സ്പെർട്ട് ഡ്രൈവേഴ്സ് ആയ റാലി ഡ്രൈവേഴ്സ് പോലും അവര് ബ്രേക്ക് ഉപയോഗിക്കില്ല. കാര്യം 27 ഇറക്കങ്ങൾ പ്രോപ്പറായിട്ട് ഇറങ്ങി വരുമ്പോൾ ഈ ഡ്രൈവർ ബ്രേക്ക് ജാം ചെയ്ത് ബ്രേക്ക് ലൈനർ, ഈ ടെമ്പോ ട്രാവലർ എന്ന് പറയുന്നതിന്റെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും റിയറിൽ ഡ്രം ബ്രേക്ക് ആണ്. അപ്പൊ നമ്മൾ കാല് അമർത്തി പിടിച്ച് ബ്രേക്ക് ചവിട്ടി വരുമ്പോഴേക്കും ഈ ഡ്രം ചൂടാകും. അപ്പൊ അതിനകത്തുള്ള മെറ്റൽ അല്ലാത്ത സാധനമാണ് ബ്രേക്ക് ലൈനർ. മെൽറ്റായി പഴുത്ത് ഉരുകി ഒലിച്ചു പോകും. അപ്പൊ ബ്രേക്ക് ഫെയിലായി കാണും. അങ്ങനെ ഡ്രൈവർ വിചാരിച്ചെടുത്ത് ഈ വണ്ടി നിൽക്കാൻ പറ്റാതെയാണ് സൈഡിലുള്ള കർബിൽ ഇടിച്ചിട്ട് ബോളിൽ ഇടിച്ചിട്ട് താഴെ കുത്തനെ മറിഞ്ഞത്. അപ്പോ 13-ാം ഹെയർപിനിൽ നിന്ന് 9ലേക്ക് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി പല പ്രാവശ്യം റോൾ ചെയ്ത് കാണും. ഇപ്പൊ റാലി ഡ്രൈവിങ്ങിനിടയ്ക്ക് ഞങ്ങളുടെ തന്നെ ഫ്രണ്ട്സിന്റെ വണ്ടി റോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ വണ്ടിക്കൊക്കെ റോൾ കേജ് ഉള്ളത് കൊണ്ടും അവർ എണ്ണിയിട്ട്, ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ജിജു എന്ന് പറഞ്ഞ ഡ്രൈവർ പറഞ്ഞു, അയാള് 30 പ്രാവശ്യം എണ്ണി, പിന്നെ എണ്ണാൻ കിട്ടിയില്ല, മരത്തിൽ എവിടെ കുടുങ്ങിക്കിടന്നു. ഇപ്പൊ ഇതിനകത്തുള്ള ആദ്യം പറഞ്ഞ സുഹൃത്ത് പറഞ്ഞ മാതിരി അവിടെ മരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ടെമ്പോ ട്രാവലർ ആദ്യത്തെ 3 റോള് 4 റോളിൽ തന്നെ മരത്തെ കുടുങ്ങി കിടന്നേനെ. അപ്പോ ഈ ഡ്രൈവിംഗ് എറർ ആണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം. റാലി ഡ്രൈവർ പോലും ഇപ്പൊ ഞാനൊക്കെ പല പ്രാവശ്യം 10-12 പ്രാവശ്യം വാൽപ്പാറ സ്റ്റേജ്, അത് കോമ്പറ്റീഷൻ സ്റ്റേജ് ആണ്, സ്പെഷ്യൽ സ്റ്റേജ് ആണ്. ഞങ്ങൾക്ക് തരുന്ന 100 കിലോമീറ്റർ ആവറേജ് സ്പീഡ് മീറ്റ് ചെയ്താൽ മാത്രമേ പ്രൈസ് വിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ഹെയർ പിന്നിനും അതിൻ്റെതായ ഘടനയുണ്ട്. അതായത് ഈസി ഹെയർ പിൻ ഉണ്ട്, ടൈറ്റ് ആയിട്ടുള്ള എക്സ്ട്രീം ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഹെയർ പിൻ ഡ്രൈവിംഗ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് മറ്റൊരു വാഹനം വരുന്നുണ്ടെങ്കിൽ ഡ്രൈവർമാർ നിർത്തി കൊടുക്കണം. കാര്യം അവിടെ 6 മീറ്റർ മാത്രമാണ് റോഡിന്റെ റൈറ്റ് ഓഫ് വേയുടെ വിഡ്ത്ത്. ഒരു വശം കുന്നും ഒരു വശവും ഘാട്ട് ഭയങ്കര കുത്തനെയുള്ള കൊക്കയാണ്. അപ്പൊ വാഹനത്തിന്റെ ഇതിൽ എന്താ സംഭവിച്ചതെന്നും കൂടി ഞാൻ പറയാം. ആദ്യമായിട്ട്